തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പത്രസമ്മേളനമൊക്കെ നിങ്ങൾ കണ്ടു. തിരുവനന്തപുരത്തെ പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയെ പിടിച്ചു ഇന്നലെ പോലീസ് ഇന്ന് പ്രതിയുമായി പ്രാഥമിക തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. സ്ഥിരം കുറ്റവാളിയായ ഹസൻകുട്ടി എന്ന് വിളിക്കുന്ന കബീറാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നു. ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതായത് ഈ ഫെബ്രുവരി 19-ാം തീയതിയാണ് ഈ നാടോടി ബാലികയെ ഈ കാണാതാകുന്നത്. ഈ അതിനുശേഷം ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഏതാണ്ട് 14 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിൽ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഈ കൊല്ലം സ്വദേശിയായ ഹസൻകുട്ടി എന്ന് വിളിക്കപ്പെടുന്ന കബീറിനെയാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 19-ാം തീയതി 20 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്നുമാണ് ഈ കുട്ടിയെ കണ്ടെടുക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഈ കുട്ടിയെ കണ്ടെടുക്കുന്നത്. അതായത് ഈ ഹസൻകുട്ടി, അതായത് ഈ കബീർ എന്ന് പറയുന്ന ആൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇയാൾ അന്ന് ഈ തട്ടിയെടുത്ത ദിവസം തന്നെ ഈ കുട്ടിയെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കേസിൽ നിർണായകമായത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്ന് രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഈ കുട്ടിയെ തട്ടിയെടുക്കുന്നു. പിന്നീട് ഈ കുട്ടി ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ, അതായത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടിയെ തട്ടിയെടുക്കുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ വായ പൊത്തിപ്പിടിക്കുന്നു. അതിനുശേഷം ബോധം മറയുന്നു. പിന്നീട് ഇയാൾ ഇവിടെ തന്നെ, അതായത് ഈ റെയിൽവേ സ്റ്റേഷന് സൈഡിൽ തന്നെ, ഈ പൊന്തക്കാട്ടിൽ തന്നെ അയാൾ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഏറ്റവും മൊഴി എന്ന് പറയുന്നത്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ആൾ സയൻസ് കോളേജിന്റെ പുറകുവശത്ത് ഈ കൊച്ചുവേളി റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് തന്നെയാണ്, ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ നാടോടി കുടുംബം കിടന്നുറങ്ങുന്നത്. ഇവിടെ നിന്നും ഈ കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ടുപോയി 1 മണിക്കൂറിന് ശേഷം, അതായത് മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ തന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഒരു ദുരൂഹതയും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം അന്ന് ഈ കുട്ടിയെ കാണാതായതിനു ശേഷം കാടടച്ചുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഈ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇയാൾ എങ്ങനെയാണ് ഇവിടെ ഈ കുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയും ഈ പോക്സോ കേസിലടക്കം ഇയാൾ പ്രതിയായിട്ടുണ്ട്, മോഷണ കേസിലടക്കം പ്രതിയായിട്ടുണ്ട്. ഇവിടുത്തെ ജയിലധികൃതരടക്കം അത് അറിയുന്നുമുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ ആൾ സയൻസ് കോളേജിന് സമീപമുള്ള, ഈ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഈ ബ്രഹ്മോസിലെ അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ തലയിൽ മുണ്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോയ ഒരാളിൽ അന്വേഷണം എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരാളെ പോലീസിന് സംശയം തോന്നുന്നു. ആ തരത്തിൽ അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ പറയുന്നതനുസരിച്ച് ഇയാൾ പിന്നീട് ഈ റോഡരികിൽ കിടന്നുറങ്ങുകയും പിന്നീട് ബസ് കയറി തമ്പാനൂരിലേക്ക് പോവുകയും മറ്റും ചെയ്തു. ഇതടക്കമുള്ള 100-ലധികം CCTVകൾ ഈ പോലീസ് പരിശോധിച്ചു. ഈ പരിശോധനയിൽ മാത്രമല്ല ഇയാളുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഈ ഫോൺ സിം പരിശോധിച്ചപ്പോൾ ഇയാൾ അന്നേ ദിവസം, അതായത് ഈ കുട്ടിയെ കാണാതായ ദിവസം ഇയാൾ ഇവിടെ ഈ ചാക്ക ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം ഈ പ്രതിയുമായി പോലീസ് ഇവിടെ വന്ന ഈ കുട്ടിയെ കണ്ടെടുത്ത സ്ഥലത്ത് നിന്ന് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. ഹസൻകുട്ടി എന്ന കബീറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി ചോദ്യം ചെയ്തതിനു ശേഷം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ C. നാഗരാജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇയാൾ കസ്റ്റഡിയിലായ കാര്യം. മാത്രമല്ല 2 വയസ്സുള്ള കുട്ടി ലൈംഗിക താല്പര്യത്തിന് വിധേയമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിൻ്റെ വെളിപ്പെടുത്തൽ. എത്ര അപകടകരമായ രീതിയിലാണ് നമ്മുടെ ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരു തൊഴിലാളി കൂടിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തൊഴിലാളികളുടെ എല്ലാ രേഖകളും ആഭ്യന്തര വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സൂക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഊരും പേരുമില്ലാതെ വരുന്ന പല ആളുകളുടെയും ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ശേഷം അവരെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാകും.